ഉള്ളൊരു പ്ലാനറ്റ് ഫോട്ടോ കിട്ടുന്നുണ്ട്. എനിക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് കുറച്ച് 1-2 ബൈക്കിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് വണ്ടി വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സീറ്റിംഗ് പൊസിച്ചർ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടോപ്പ് വേരിയൻറ്റിന് ഏകദേശം എത്രയാണ് ഈ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്? 40-60 ആ ഒരു ബേസിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫ് റോഡിലും റോഡിലും ഒരു അപ്പോൾ കഴിച്ച് നമുക്ക് ടൈമിൽ ഈ ഒരു ടി വി എസിൻ്റെ റോണിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഈ ഒരു വണ്ടീനെ പറ്റിയിട്ട്. ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു കംഫോർട്ടിനെ പറ്റി പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു എങ്ങനത്തെ ടൈപ്പ് വണ്ടിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സീറ്റിംഗ് പൊസിച്ചർ വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്രൂസർ ടൈപ്പ് ബൈക്കാണ്. നമുക്ക് അത്യാവശ്യം ഇരുന്നൊന്ന് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹാൻഡ്ലിംഗ് ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ടൊന്ന് ലീൻ ചെയ്തിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്തേക്ക് ലീൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. അപ്പോൾ നമുക്കൊരു അപ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. നമ്മൾ എന്താ പറയുക, ഒരു ചെയറിൽ ഇരുന്നിട്ട് നമ്മളൊരു പേപ്പറൊക്കെ പിടിക്കുന്ന മാതിരത്തെ ആ ഒരു ഇരുത്തത്തിൽ അങ്ങനെ ഇരിക്കാം. പിന്നെ ഇതിന് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ ഗിയറും എന്താ പറയുക ഒന്ന് വലിച്ചിടണം. കുറച്ചൊരു ലോങ് ആയിട്ടുള്ള ഗിയേഴ്സാണ്. അപ്പോൾ മീൻസ് ഫസ്റ്റ് ഗിയറിന് സെക്കൻഡിലേക്ക് ഗിയറിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒന്ന് വലിച്ചിടണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഗിയർ കുറച്ചും കൂടി അടുത്തടുത്താണെങ്കിൽ കുറച്ചുകൂടി നൈസായിരുന്നു. നമ്മൾ ഒന്നാമത് ഈ പറഞ്ഞ മാതിരി കാല് കുറച്ച് മുന്നോട്ടൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ഗിയർ വലിച്ചിടാറുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ ഉള്ളൂ. പിന്നെ ക്ലച്ചൊക്കെ ലൈറ്ററാണ്. നമ്മുടെ സാധാരണ മോട്ടോർ സൈക്കിൾസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതേമാതിരി തന്നെ ലൈറ്ററാണ്. വല്ലാണ്ട് ലൈറ്ററല്ല, ഒരു മോഡറേറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ടി വി എസ് റോണിന് പലരും ഈ ഒരു റോയൽ എൻഫീൽഡ് 100 ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു സ്റ്റൈലല്ല, മീൻസ് അതിൻ്റെ ആ ഒരു റൈഡിങ് മെയ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേമാതിരത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ആൾക്കാർ അധികം വെച്ച് കമ്പയർ ചെയ്യുന്നത് ഈ ഒരു ബൈക്കുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എക്സോസ് നോട്ടോടെ തന്നെ ഈ ഒരു വണ്ടി അത്യാവശ്യം ഫേമസ് ആണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു എക്സോസ് നോട്ടാണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഇതിന് ഒരു 225cc ആണ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ കപ്പാസിറ്റി വരുന്നത്. ക്യൂബിക് കപ്പാസിറ്റി ഏകദേശം ഒരു 225cc ആണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ 20 Nm ടോർക്കും 20 ഹോഴ്സ് പവർ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 19 ആ ഒരു NM അടുത്ത ടോർക്കാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഗിയറിലും ഇപ്പോൾ ഒരു 2000 RPM കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ചെയ്ത് തുടങ്ങും. പിന്നെ വണ്ടിക്ക് വന്ന ബ്രേക്സ് ഒക്കെ ടി വി എസിൻ്റെ ബ്രേക്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ബാഡ്ജും കാര്യങ്ങളൊന്നുമില്ല. ടി വി എസിൻ്റെ തന്നെ ആവണം. അപ്പോൾ ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല ബൈറ്റുള്ള ബ്രേക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ USD ഫോർക്കാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ റൈഡിങ്ങിന് വലിയൊരു ഇഷ്യൂ ഒന്നുമില്ല. ബ്രേക്കിങ്ങും അടിപൊളിയാണ്. വണ്ടിയുടെ വെയിറ്റ് പകുതിയും ഈ പറഞ്ഞ മാതിരി സെൻറ്ററിലാണ് വരുന്നത്. നമ്മളെ സീറ്റിംഗ് അങ്ങനത്തെ ഒരു സീറ്റിംഗ്, നമ്മൾ ബാക്കോട്ട് അമർന്നിരിക്കുന്ന മാതിരത്തെ സംഭവമാണ്. നമ്മൾ മുന്നോട്ട് ലീൻ ചെയ്തിരിക്കുന്ന മീൻസ് ഇപ്പോൾ എന്താ പറയുക, പല സ്പോർട്സ് ബൈക്കിനൊക്കെ നമുക്ക് കുറച്ച് മുന്നോട്ട് ലീൻ ചെയ്തായിരിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ബൈക്കല്ല, ക്രൂസിംഗ് ബൈക്കാണ്. ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയാൻ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മോട്ടോർ സൈക്കിൾ. അപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലത്തിനടുത്തായി. ഞാൻ എന്താ ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് കുറച്ച് 1-2 ബൈക്കിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ 100 ബൈക്കും അതേമാതിരി വേറൊരു മോട്ടോർ സൈക്കിൾ കൂടി ഉണ്ട്, ട്രയംഫിൻ്റെ. അപ്പോൾ അത് ഏകദേശമൊക്കെ ഈ ഒരു മാതിരത്തെ ഒരു ക്രൂസിംഗ് ടൈപ്പ് മോഡൽസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ടി വി എസിൻ്റെ റോണി നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നല്ല സ്വീറ്റ് സൗണ്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. അത്യാവശ്യം നല്ല ബേസിക് ആയിട്ടുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. സീറ്റ് നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര ഷോർട്ടാണ്, പക്ഷേ അത്യാവശ്യം ടോളാണ്. ഏകദേശം ഒരു 780 ആ ഒരു MM-ൻ്റെ അടുത്ത് സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഷോർട്ടായവർക്കും വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്ന് ഓടിക്കാൻ പറ്റും. പിന്നെ സീറ്റ് കുറച്ച് വൈഡറാണ്. നിങ്ങൾ 780 mm ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേറെ 780 mm കയറിയിട്ട് ആ ഒരു സീറ്റായിട്ട് കമ്പയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് കുറച്ച് വൈഡറാണ്. ഈ ഒരു കിറ്റും കുറച്ച് വൈഡറാണ്. ഒരു ഷോർട്ടായ ആൾക്കാരാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് പ്ലാനറ്റ് ഫൂട്ട് ഉണ്ട്. ഞാൻ ഏകദേശം ഒരു 172 cm ഹൈറ്റുള്ള ഒരാളാണ്. പ്ലസ് ഞാൻ ഈ ഒരു ബൂട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 178 ഒക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം സെൻറ്റിമീറ്റേഴ്സ്. ആ ഒരു ഹൈറ്റിൽ എനിക്ക് പക്ക പ്ലാനറ്റ് ഫൂട്ട് ഈ ഒരു വണ്ടിയുടെ മുകളിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു സ്റ്റൈലിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ടാങ്ക് കണ്ടില്ലേ, ടാങ്ക് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ടാങ്കാണ്. റോണിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. ഇവിടെ ഒരു ലോഗോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടി വി എസ് എന്ന് പറഞ്ഞിട്ടൊരു എംബ്ലം ഈ ഒരു എഞ്ചിൻ്റെ മുകളിലുണ്ട്. 225cc എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. 4 സിലിണ്ടറാണ്. പിന്നെ ഈ ഒരു വണ്ടി ചെയിൻ ഡ്രൈവാണ്. പക്ഷെ ഇത് ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവായിട്ട് തോന്നിക്കുന്ന ഒരു കേസിങ് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി അതിൻ്റെ ഒരു എന്താ പറയുക, ചെയിൻ ഗാർഡാണ്. ഈ ഒരു പൊടിയും ഇതൊക്കെ പറ്റിയിട്ട് ഈ ഒരു ചെയിൻ്റെ ലൈഫ് പെട്ടെന്ന് പോയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സാധനമാണ്. പിന്നെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക സ്ക്രാംബ്ലറിൻ്റെ ലുക്ക് തരുന്നൊരു വണ്ടിയാണ്. ജസ്റ്റ് കീ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. കോഷൻ ലാമ്പൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ,
പക്ക ഒരു സ്ക്രാംബ്ലറിൻ്റെ ലുക്ക് ഈ ഒരു വണ്ടിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് വരുന്ന 2 ടയേഴ്സും ഒരുമാതിരി ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ്. നമുക്ക് ഒരേമാതിരി തന്നെ ഒരു ചെറിയ ഓഫ് റോഡിലും ഓൺ റോഡിലും ഒരേമാതിരി തന്നെ ഗ്രിപ്പും കംഫർട്ടും ആ ഒരു കോൺഫിഡൻസും തരുന്ന ടൈപ്പ് ഒരു ടയേഴ്സാണ്. ഇതിൽ ഈ പറഞ്ഞ മാതിരി USD ഫോക്സ് വന്നിട്ടുണ്ട്. USD ഫോക്സ് വന്ന ഒരുവിധം മോഡൽസ് ബൈക്കുകളൊക്കെ ഭയങ്കര അഗ്രസീവായിട്ടാണ് ഫോർക്ക് തോന്നാറുള്ളത്. പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടുള്ളൊരു സസ്പെൻഷനാണ് കേട്ടോ. നമുക്ക് ആ ഒരു റോഡിൻ്റെ മുകളിൽ അത്രയ്ക്ക് ഒരു ബ്രിട്ടിലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു സസ്പെൻഷൻ മാതിരി തോന്നില്ല. അപ്പോൾ ഓൾ ദ വേ സോഫ്റ്റാണ്. ഫ്രണ്ടിൽ 17 ഇഞ്ച് ടയേഴ്സാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ ഒരു ടയേഴ്സും കാര്യങ്ങളും വന്നത്. ഒരു എലോയ് ഇതിനൊരു വ്യത്യാസമുണ്ട്. ഏകദേശം 9 സ്പോക്സ് വരുന്നൊരു എലോയാണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ള വണ്ടികളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ പെർഫോമൻസ് ഉണ്ട്. വണ്ടി ഒരു റോണിൻ്റെ 225 എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ വന്നേക്കുന്ന ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്സ് ആണ്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബൈറ്റുള്ള ഡിസ്ക് ബ്രേക്സ് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൽ ബാക്കിലുള്ള ഈ ഒരു കാലിബറിൻ്റെ മുകളിൽ ഈ ഒരു മറ്റേ ബാഡ്ജിങ് ഒന്നും കാണുന്നില്ല ഏതാ കമ്പനി എന്നുള്ളത്. എനിക്ക് ഉറപ്പാണ് ഇത് TVSൻ്റെ തന്നെ ആയിരിക്കും. നല്ല ബൈറ്റ് ഉണ്ട് വണ്ടിക്ക്. വേണ്ടുന്ന ഒരു പവറിനനുസരിച്ചിട്ടുള്ള ഒരു ബ്രേക്കിംഗ് തന്നെയാണ്. അങ്ങനെ ഓവർ എന്താ പറയുക ബൈറ്റുള്ളതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ളൊരു ബ്രേക്കോ കാര്യങ്ങളൊന്നുമല്ല. പക്ക സോഫ്റ്റാണ്. പിന്നെ സീറ്റ് സ്പ്ലിറ്റ് സീറ്റ് ഒന്നുമല്ല, ഒരു സിംഗിൾ സീറ്റാണ്. പക്ഷേ ബാക്കിലുള്ള പില്ലിയൻസിന് കംഫർട്ട് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സീറ്റാണ്, വളരെ ചെറുതാണ് ഫ്രണ്ടിലുള്ള ഈ ഒരു റൈഡറിൻ്റെ സീറ്റിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ബാക്കിലൊരു ഗേബ്രിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വേറെ കാര്യം എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാവുന്നതിന് എഞ്ചിന് വേറെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. മീൻസ് എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്റ്റാർട്ടർ മോട്ടർ കറങ്ങുമ്പോണ്ടാകുന്ന സൗണ്ടില്ലേ, അങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. സൗണ്ട് കിട്ടില്ല. അത്യാവശ്യം നല്ല ബാസി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് പൈപ്പിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ വേറെ മോട്ടോർ സൈക്കിൾസിലൊന്നും ഇത്രയ്ക്കും വൈഡായിട്ടുള്ളൊരു എക്സോസ്റ്റ് പൈപ്പ് കണ്ടിട്ടില്ല. മീൻസ് കാഴ്ചയിൽ ഇതൊരു നോർമൽ എക്സോസ്റ്റ് മാതിരി തന്നെ, പക്ഷേ അതിൻ്റെ ആ പൈപ്പിൻ്റെ സെൻറ്ററിലുള്ള സൈസ് നോക്കി നമുക്ക് മനസ്സിലാവും കുറച്ച് അത്യാവശ്യം വൈഡറാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗിയർ ഇൻഡിക്കേഷൻ കാണാം. അതിനടിയിൽ തന്നെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിൻ്റെ കാണിക്കുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നാവിഗേഷൻ അതേമാതിരി കോൾസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ അറിയാനൊക്കെ പറ്റും. ആ നാവിഗേഷൻസ് നമുക്ക് ടേൺ സിഗ്നൽസൊക്കെ അതിൽ വരും. പിന്നെ നമുക്ക് ഈ ഒരു മോഡ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിലത്തെ 2 മോഡ്സ് മാറ്റാം. അർബനും റെയിനും 2 മോഡ്സ് ഈ ഒരു വണ്ടിക്ക് വരുന്നുള്ളൂ. വണ്ടി സ്റ്റാർട്ടാക്കണം തോന്നുന്നുണ്ട്, കണ്ടില്ലേ? റെയിൻ മോഡും അതുപോലെ അർബൻ മോഡും. നമുക്ക് ക്ലച്ച് യൂസ് ചെയ്തിട്ട് 2 മോഡ് ഷിഫ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഈ പറഞ്ഞ മാതിരി ABS ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അർബനിലേക്കും അതേമാതിരി റൈഡിലേക്കും മാറ്റിയിടും യൂസ് ചെയ്യുമ്പോൾ. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫ്യൂലിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും പവറിലുള്ള ചെറിയ ഡിഫറൻസൊക്കെ വരും തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു മീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടൈം കാണിക്കുന്നുണ്ട്, സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ടാക്കോമീറ്റർ കാണിക്കുന്നുണ്ട്, ഫ്യൂൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കിലോമീറ്റർ വരെ ഓടുന്നുള്ള ആ ഒരു സംഭവം കാണിക്കും. ഫ്യൂൽ ടു എംറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവമുണ്ട്. ടൈമുണ്ട്. ഇതിനടിയിലൊരു സ്റ്റോപ്പ് വാച്ച് വരുത്തൊരു സാധനമുണ്ട്. എന്താണെന്ന് 2 ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മീറ്ററിനുള്ളിൽ കൂടെ വാക്ക് ചെയ്യാനുള്ള. കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, ട്രിപ്പ് A, ട്രിപ്പ് B, DTE അതാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഫ്യൂല് കഴിഞ്ഞിട്ട് മറ്റേ MTയിലേക്കുള്ള ഓഡോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇനി കീസിലേക്ക് വരാം. നമുക്കിത് അവിടെ ഒരു ഡിമ്മും ബ്രൈറ്റും സ്വിച്ച് ഉണ്ട്. ഇവിടെ ഒരു പാസ് കീ ഉണ്ട്, ആസ് യൂഷ്വൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ഇൻഫോ ബട്ടൺ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മീറ്ററിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. താഴത്ത് ഹോണ്. ഇവിടെ ഒരു 5 വോൾട്ട് 2 ആമ്പിൻ്റെ ഒരു ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ലിവർ അഡ്ജസ്റ്റബിൾ ആണ്, ഈ ഒരു ക്ലച്ചിൻ്റെതും ബ്രേക്കിൻ്റെതും. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ബാക്കോട്ട് നീക്കുക, എന്നിട്ട് സ്വിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 3 ലെവൽസാണ് വരുന്നത്. ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഈ കിൽ സ്വിച്ച് ഉണ്ട്, അതിനിടയിൽ തന്നെ മോഡ് ബട്ടൺ. ഈ സൈഡിൽ കോഷൻ ലാമ്പിൻ്റെ ബട്ടണാണ്. ഞാൻ വിചാരിച്ച് ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്നതായിരിക്കുന്നു. അതിനടിയിൽ നമ്മുടെ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പവർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ ഇത് ഈ പറഞ്ഞ മാതിരി തന്നെ ബ്രേക്ക് ലിവർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റൈഡിങ് മറ്റേ ഗിയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് അതിനനുസരിച്ച് നമ്മൾ ഗ്ലൗസ് ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ കാണിച്ചാൽ ഞാൻ ഏകദേശം ഒരു 172 സെൻറ്റിമീറ്റർ സീറ്റ് ഹൈറ്റുള്ള ഒരാളാണെന്ന് പറഞ്ഞല്ലോ, അല്ലേ? എനിക്കിതിനുള്ളൊരു പ്ലാനറ്റ് ഫോട്ടോ കിട്ടുന്നുണ്ട്. എനിക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയറിലാകട്ടെ, കണ്ടല്ലേ? എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും, അതേപോലെ തന്നെ ഇരിക്കാനും പറ്റും. അപ്പോൾ വലിയൊരു പ്രശ്നമില്ല. പിന്നെ കുറച്ച് ഷോർട്ട് ആയതാണെങ്കിൽ എൻ്റെ കാല് നോക്കിയാൽ മനസ്സിലാവും. കുറച്ചൊന്ന് ചെരിച്ചിട്ടാണ് ഞാൻ വന്നേച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഷോർട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിലും വലിയ കുഴപ്പമില്ല. ഒരു കാല് ഈ ഒരു ഫുഡ് പെഗിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് എന്തിട്ടാണെങ്കിലും ഇതിനുള്ളിൽ കൂളായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് റൈഡേഴ്സിനും വലിയ പ്രശ്നമില്ല. അതിനകത്തുള്ള വെയിറ്റും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്കും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു ലെഗ് പൊസിഷൻ കണ്ടില്ലേ, നമ്മൾ മുന്നോട്ട് ഇങ്ങനെ കാല് വെച്ചിട്ടാണ് ഇരിക്കുന്നത്, ഒരു ചെയറിൽ ഇരിക്കുന്ന മാതിരി. അപ്പോൾ നമ്മുടെ പില്ലിയൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും
കാല് കറക്റ്റ് ഇതേ നിങ്ങളുടെ നേരെ താഴത്തായിട്ട് വരും. ഇവിടെയാണ് ഫുഡ് പെഗ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഇവിടെ ആയിട്ട് വരും. പിന്നെ എൻ്റെ ആ ഒരു ഹാൻഡിലിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. കറക്റ്റായിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വണ്ടീനുള്ള വന്നേക്കുന്നത്. വേറെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ഓടിച്ചു പോവാം. അപ്പോൾ അതിന് പറ്റിയൊരു വണ്ടിയാണ് ഒരു വണ്ടി. ഡുവൽ ചാനൽ ABS ആണ്. പിന്നെ അതിൻ്റെ ഒരു മൈലേജ് തരുന്നത് ഏകദേശം ഒരു 38 to 42 km/l ആണ് മൈലേജ് വരുന്നത്. നിങ്ങളുടെ റൈഡിങ് സ്റ്റൈലുമായിട്ട് ഇരിക്കും. നിങ്ങൾ ഓരോരുത്തർ ഓരോ ടൈപ്പ് ആയിരിക്കും ഓടിക്കുക. ഇതങ്ങനെ റഷ് ചെയ്ത് ഓടിക്കേണ്ട ഒരു ബൈക്കല്ല. നമ്മൾ ഭയങ്കര കാമായിട്ട് പീസ്ഫുള്ളായിട്ട് ഓടിച്ചു കൊണ്ടുനടക്കേണ്ട ഒരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മൈലേജ് കിട്ടും. 42 to 43 വരെയൊക്കെ കിട്ടിയവരുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് അതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 14 liters ആണ്. 14-15 liters അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫുൾ ടാങ്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ടൂർ ചെയ്യാനൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. നിങ്ങൾക്ക് ലോങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും അല്ല. എന്ന് വെച്ചാൽ സീറ്റ് അത്യാവശ്യം നല്ല കുഷ്യൻ്റാണ്. അപ്പോൾ ഓവർ കുഷ്യൻ്റും അല്ല. അപ്പോൾ എന്ന് വെച്ചാൽ കംഫർട്ട് ഉണ്ട് അത്യാവശ്യം. നമ്മൾ ലോങ് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിലും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഫുഡ് പെഗിൻ്റെ ആ ഒരു നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഞാൻ പറഞ്ഞല്ലോ, റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഇരുത്താണ്. അപ്പോൾ പിന്നെ വലിയൊരു സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ മുകളിൽ തോന്നില്ല. ഈ ഒരു വണ്ടിക്ക് വരുന്ന പ്രൈസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1.9 to 2.2 ആ റേഞ്ചിനടുത്താണ്. 2.2 സംതിങ് എങ്ങനെയാണ് ഓൺ റോഡ് പ്രൈസ് ഈ ഒരു ടോപ്പ് വേരിയൻറ്റിന് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിന് ഞാൻ തോന്നുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു ABS വരുന്നത്. ആക്സിലറേഷൻ നമ്മൾ വലിയൊരു എന്താ പറയുക റഷായിട്ട് ഓടിക്കേണ്ട വണ്ടിയല്ല, എന്നാലും പറഞ്ഞുതരാം. 0 to 80 കയറാൻ ഏകദേശം 9 seconds ആണ് ഈ ഒരു വണ്ടി എടുക്കുന്നത്. 0 to 100 കയറാൻ ഏകദേശം ഒരു 14 seconds ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അത്രയും ഒരു അഗ്രസീവായിട്ട് ഓടിക്കേണ്ട വണ്ടിയല്ല, അങ്ങനത്തെ ഒരു ടോപ്പ് എൻഡ് വരുന്ന വണ്ടിയല്ല. ഇതിൻ്റെ ഏകദേശം ടോപ്പ് എൻഡ് എന്നൊക്കെ പറയുന്നത് 120 km ആണ്. 100 km സ്പീഡിൽ വരെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. നമുക്ക് ആ ഒരു 100 km സ്പീഡൊന്നും വലിയ ഒരു ബസ് ആയിട്ട് തോന്നില്ല. നമ്മൾ ഓടിച്ചു നടക്കുമ്പോൾ ചില ബൈക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 220 അല്ലെങ്കിൽ 250 cc ബൈക്കാണെങ്കിലും 100 km സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി ഭയങ്കര ബസ്സി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലായിടത്തും വൈബ്രേഷൻസും കാര്യങ്ങളും അറിയും. ഇതിന് അതിനകത്ത് വൈബ്രേഷൻസ് ഒന്നുമില്ല. 100 km സ്പീഡൊക്കെ ഓൾമോസ്റ്റ് സ്മൂത്താണ്. എന്നാലും ചെറിയൊരിതുണ്ടാവും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡിസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 300 mm ആണ് ഫ്രണ്ടത്തെ ഡിസ്ക് വരുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ബൈറ്റും കാര്യങ്ങളുണ്ട്. ബാക്കിൽ ജസ്റ്റ് 240 mm ആ ഒരു ഡിസ്ക് വന്നിട്ടുള്ളൂ. നമുക്ക് ബാക്കല്ല ഫ്രണ്ടാണ് അഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് വേണ്ടത്. എന്നാൽ ഈ ഒരു വണ്ടിയുടെ നമ്മുടെ പകുതിയോളം വെയിറ്റ് നമ്മളെ ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത്. നമ്മൾ മുന്നോട്ടാണ് കാല് വെച്ചിരിക്കുന്നത്, മുന്നോട്ട് ലീൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ബ്രേക്കും ഒരേമാതിരി യൂസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പല മോട്ടോർ സൈക്കിളും ഫ്രണ്ട് ബ്രേക്ക് മാത്രം യൂസ് ചെയ്തിട്ട് വണ്ടിനെ ടോട്ടലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു വണ്ടിക്ക് ബാക്ക് വീലിൻ്റെ മുകളിലേക്കും കുറച്ചും കൂടി നമ്മളൊരു പ്രഷർ കൊടുക്കേണ്ടതുണ്ട്. ബാക്ക് ബ്രേക്സ് അത്യാവശ്യം ബൈറ്റുള്ളതാണ്. ഫ്രണ്ടിനെക്കാട്ടി കുറച്ച് ബൈറ്റ് കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് ബാക്ക് ബ്രേക്കിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൈഡിങ് സ്റ്റൈൽ അത്രയ്ക്കും ഈസി ആക്കാനും പറ്റും. പിന്നെ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 160 kg ആണ്, 159 kg ആണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആക്സസറീസ് കയറ്റാനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു TVS തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആക്സസറീസ്. ബാക്കിലുള്ള ബാഗ്, സൈഡിൽ വരുന്ന ബാഗ്, അതേമാതിരി ടാങ്കിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ബാഗ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. വൈസർ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹാൻഡ് ഗാർഡ് വരുന്നുണ്ട് രണ്ട് സൈഡിലും. പിന്നെ അങ്ങനെ ഒരുപാട് ആക്സസറീസ് വരുന്നുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. അത് TVS പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും തോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഈ ഒരു ചാനലിൻ്റെ ഒന്നുകൂടി ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2-3 ഇതേമാതിരി തന്നെയുള്ളൊരു മോട്ടോർ സൈക്കിൾസിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഇതൊരു സ്പോർട്സ് ബൈക്കല്ല, അതേമാതിരി ഒരു പക്കാ ടൂറിംഗ് ബൈക്കും അല്ല. ഇതൊരു സിറ്റി കംഫോർട്ട് ബൈക്കാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് സിറ്റി കൂടെ ക്രൂസ് കൊണ്ടുനടക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ടൂറിങ്ങിനും കൊള്ളാം. അപ്പോൾ ഇതൊരു 40-60 ആ ഒരു ബേസിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫ് റോഡിലും റോഡിലും ഒരു പെർഫോമൻസ് വരുന്നത്. ഒരു 40% നിങ്ങൾക്ക് ഓഫ് റോഡ് ഓടിക്കാം, ഒരു 60% റോഡിൽ ഓടിക്കാം. അങ്ങനത്തെ ഒരു ടയേഴ്സൊക്കെയാണ്, ഡ്യുവൽ പർപ്പസ് ടയറാണ്. അപ്പോൾ നിങ്ങൾക്ക് റോഡിലും അതേമാതിരി ചെറിയ ഓഫ് റോഡ്, നമ്മളെ കേരളത്തിലെ റോഡിന് പറ്റിയൊരു വണ്ടി അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓഡിയോ ക്വാളിറ്റി അതേമാതിരി വീഡിയോയുടെ ക്വാളിറ്റി ഞാൻ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് വിട്ട് തന്നേക്കുന്നത് TVS ആണ്. നമ്മുടെ കോഴിക്കോടുള്ള പുതിയ റോഡിൽ വരുന്ന പ്രിൻസ് TVS എന്ന് പറഞ്ഞ ഷോറൂമിൽ നിന്നാണ് ഈ ഒരു വണ്ടി വിട്ടേക്കുന്നത്. അപ്പോൾ അവിടെ സുഹറാബി എന്ന് പറഞ്ഞ ഒരാളാണ് എനിക്ക് ഈ ഒരു വണ്ടി തന്നത്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടീനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ മാതിരി വണ്ടിയുടെ റേറ്റോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ.
ഇതൊക്കെ അഡീഷണൽ വരുന്ന അല്ലേ? ചാർജർ ഉണ്ടാവില്ല, ഒക്കെ അഡീഷണൽ ചെയ്യുന്ന. ഗേബ്രിലും ഉണ്ടാവില്ല, അതിൻ്റെ മുകളിൽ ആ സാധനം ഉണ്ടാവില്ല, പ്ലേറ്റ് ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഇവിടെ ഉണ്ടോ വണ്ടി? ആ, അവരോടൊന്ന് പറഞ്ഞല്ലേ സോറാബി എന്ന് പറയുന്ന ഉള്ളിലാ? ബേസ് അവിടെ ഉള്ളത്? ആ ബേസ് ഒന്ന് നോക്കി കളർ സെക്കൻഡ്. വ്യത്യാസം ആ, ഇതിലെന്തൊക്കെയാ വ്യത്യാസം? ബേസിൽ ഈ ഒരു വൈസർ ഉണ്ടാവില്ല, ബാക്കിലെ ഗേബിളിൽ ഉണ്ടാവില്ല. എങ്ങനെ? സിംഗിൾ ചാനൽ എബിസ് ഫ്രണ്ടിൽ മാത്രം അല്ലേ? ആ, മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സെയിം തന്നെ, ഒന്നും ഉണ്ടാവില്ല. ആ ഓക്കെ ഓക്കെ. ആ, ബാക്കിയൊക്കെ അഡീഷണൽ ആണ്. അഡീഷണൽ വരുന്നല്ലേ? ടോപ്പ് മോഡലാണ്, സ്പെഷ്യൽ എഡിഷനാണ് പറയാം. അതിൽ നിംബസ് ഗ്രേയിലാണ് ആ വണ്ടി വരുന്നത്. നിംബസ് ഗ്രേ എന്ന് പറഞ്ഞ മോഡലോ? ഉള്ളിൽ രണ്ടാമത് കാണാൻ പറ്റില്ലാണോ? മറ്റേ സെയിം തന്നെയാണോ അതിന് വരുന്നത്? സെയിം പവറും കാര്യങ്ങളൊക്കെ സെയിമാണ്. പൾസർ അഡീഷണൽ, ചാർജർ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് രണ്ട് വരും അല്ലേ? ഇത് നമ്മുടെ വണ്ടിയിലുള്ള അഡീഷണൽ ആഡ് ചെയ്താണ് ഈ ഒരു സാധനം. ഓക്കെ, അഡീഷണൽ ആഡ് ചെയ്താ. ഈ രണ്ട് സാധനം മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ ടോപ്പ് മോഡലിൽ. ഓക്കെ. ആ, അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഈ രണ്ട് സാധനം തന്നെ വ്യത്യാസമുള്ളൂ? ബ്ലൂടൂത്ത് ഒക്കെ സെയിമാണ്. 8 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓടിച്ചു നോക്കിയില്ലേ? ആ വേരിയന്റ് മുതലാണ് ബ്ലൂടൂത്തിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? ഇപ്പോൾ ഈ ഒരു ടോപ്പ് വേരിയന്റിന് ഏകദേശം എത്രയാണ് ഈ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്? ഓൺ റോഡ് പ്രൈസ് 2.17. 2.17 ഈ വണ്ടിക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ആ മിഡ് റേഞ്ച് കണ്ട വണ്ടിക്കോ? 2.12. സ്പെഷ്യൽ ഉണ്ട്, ആ ഓറഞ്ചിൽ ആ ഓറഞ്ച് കളർ. ആ കണ്ടിട്ടുണ്ട് അതിൽ 2.15 2.15 അല്ലേ? ഓക്കെ. ആ നമ്മളെ ബേസ് മോഡൽ എത്ര വരുന്നപ്പോൾ? ബേസ് മോഡൽ 1.89. 1.89 അല്ലേ? ഓക്കെ, ശരി. അതിൽ ബേസ് മോഡൽ ഫ്രണ്ടത്തെ ഷോപ്പിന്റെ കളർ ബ്ലാക്ക് ആയിരിക്കും. ഇത് ബ്ലാക്ക് ആയിരിക്കും അല്ലേ വണ്ടി? ഓ ആ, അതിന്റെ ബേസ് പ്ലസ് അതിൽ കളർ മാറും. അതിനുശേഷം ഫുള്ള് പിന്നെ ഈ ഒരു. ഓക്കെ, ശരി, താങ്ക് യു.